ഗുഡ് മോർണിംഗ്. അടു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. അടു ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡേ 2 ഓഫ് കാവ്സിയോങ്. കാവ്സിയോങ്ങിലെ നീ കണ്ട നമ്മൾ കാവ്സിയോങ്ങിലെ രണ്ടാമത്തെ ദിവസം സിജിൻ ഐലൻഡിൽ പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതിന് മുമ്പ് ഇവിടെ സിജിൻ ഐലൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റ് അല്ല, മ്യൂസിയമാണ് കാണുന്നത്. ഓക്കെ, ഞങ്ങൾ ഫോട്ടോ എടുക്കട്ടെ. ഓക്കെ, സോ നമ്മളിവിടെ മ്യൂസിയം കാണാൻ വന്നിരിക്കുന്നതാണ്. മ്യൂസിയം ഒരുപാട് ഇങ്ങനെ ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ അവിടെ അല്ല സാർ ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ സിജിൻ ഐലൻഡിലേക്ക് പോകുന്ന ഫെറി. ആടുവിൻ്റെ പുല്ല് കണ്ട സന്തോഷമാണ്. ആടു ആടു ഒരു ഹായ് പറയോ? ആടു ഒരു ഹായ് പറയോ? ആടു എന്താ ഇവിടെ എൻട്രൻസ് ഇല്ലേ? ഇവിടെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഓ, ഇവിടെയൊക്കെ ഭയങ്കര കാറ്റ് വന്നിട്ട് എല്ലാം പൊളിഞ്ഞു പോയെന്ന് തോന്നുന്നു. ഇതെല്ലാം നമ്മുടെ തലയിൽ വീടില്ല. അല്ലല്ലോ, അടച്ചിട്ടേക്കണേണ്. ജിറാഫാണ് അടുത്ത്. നമ്മുടെ മൈതാനത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാ ആ ട്രെയിൻ. അപ്പച്ച പോണ ഡാൻസ് കളിക്കോ? ആരാണിത് ഊഞ്ഞാലാടുന്ന? ആരാണീ ഊഞ്ഞാലാടുന്ന? അയ്യടെ ചിരിക്കത്തെ കണ്ണല്ലേ, കള്ള കുഞ്ഞാപ്പി. അമ്മച്ചി അപ്പച്ച കുഞ്ഞാണ്. ആഡം പോയി. ടാറ്റാ ടാറ്റാ അടിച്ചേ. ടാറ്റാ ടാറ്റാ. കിളിയുണ്ടല്ലോ പൊന്ന, സന്തോഷിപ്പിക്കാൻ. ടാറ്റ കൊടുക്ക് കിളിക്ക്, ടാറ്റ കൊടുക്ക് കിളി. ടാറ്റ. ഇവിടെ ഒരാളിക്കണ്. കിളിക്ക് ടാറ്റ കൊടുക്ക്. സിജിൻ ഐലൻഡിലേക്ക് എന്താ അലിയോ ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്തതുകൊണ്ട് പറയൂ ഇതിനെക്കുറിച്ച്. അതായത് ഫെറിയിലേക്ക് പോകണേണ് സിജിൻ ഐലൻഡിലേക്ക് പോകണത് അല്ലേ? അത് ആ വഴിയാണ്. നല്ല രസമല്ലേ? മീമി കരിമീനാ ആയിരിക്കും. ഇത് ഫുള്ള് കരിമീനാണ് ഇവിടെ. അതിലത് നമുക്ക് പുള്ളിയൊക്കെ നല്ല
സ്പേസ് ഉള്ള വഴി. അതെ പേൾ സ്പോട്ട് കണ്ടില്ലേ? പേൾ കളറില് സ്പോട്ട്. വെയില് ഭയങ്കര വെയില് സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ്. കരിഞ്ഞുണങ്ങി. ഇവിടത്തെ ടൈപ്പ് ഇതാണ് നമ്മുടെ വട്ടമല്ല. കഴിക്കൂലായിരിക്കും അവര്, ചിലപ്പോ ഭംഗിക്ക് വളർത്താൻ വേണ്ടി മാത്രമായിരിക്കും. ഇത് ശംഖുപുഷ്പം കൊറേയൊക്കെ ഇതായി പോയിട്ടുണ്ട് ഇവിടെ, ആടിയൊലഞ്ഞ് വീണൊക്കെ പോയി കാറ്റത്ത്. കണ്ടില്ലേ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയെന്നാവോ ഈ ഐലൻഡില്? ഈ കാറ്റത്തൊക്കെ ഐലൻഡൊക്കെ പോയാന്ന് എങ്ങനെ അറിയാം? നമ്മുടെ കയ്യിലിരുന്ന് പിടക്കുന്നുണ്ട്. പോവണ്ടേ നമുക്ക്? വെയിലാണ്, നല്ല വെയിലാണ്. നോക്കി ബോട്ടൊക്കെ ഷിപ്പൊക്കെ കിടക്കണ നോക്കി. ചെറിയിലും നിറച്ച് ആനിമേ. ഓക്കെ Hello, mommy, daddy, hi mom. Adus. അവനിറങ്ങി നടക്കണു ബോട്ടിന്റെ ഉള്ളില്. അവനവിടെ കാർട്ടൂണൊക്കെ, ബോട്ടില് കാർട്ടൂൺ ആനിമേ ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ടേ അവന് ആനിമേ വായിപ്പിച്ചാലോ നമുക്ക്? ടാബ് അതൊക്കെ ഇട്ട് വരും മിക്കവാറും. ഇല്ലെങ്കിൽ അവൻ ഇരിക്കൂലത്. പറഞ്ഞു ഇനി അവിടെ ഒരു കപ്പലിനോട് കയറിയാൽ മതി. കപ്പലില് ബാക്കി എല്ലാം ഫസ്റ്റ് കയറി അല്ലേ? എല്ലാത്തിലും കയറി ആൻഡമാനിൽ പോയാൽ മതി. ആൻഡമാനിൽ പോവാം. അതാകുമ്പോ അവനെ കൊണ്ടുപോയിട്ട് അവിടെ ഓടിപ്പിച്ചാൽ മതി. എന്നിട്ട് വേണം കഴിഞ്ഞ് കിട്ടാൻ. ലക്ഷദ്വീപ് ഇല്ല. ഇങ്ങനെ ഐലൻഡ് തന്നെ. നമ്മളങ്ങനെ ബോട്ട് എടുത്തിരിക്കുകയാണ്. അവിടെയൊക്കെ ഉണ്ട് ബിൽഡിങ്ങൊക്കെ. ആർട്ട് സെന്റർ, ഇതാണ് ഇവിടുത്തെ ലോങ്ങസ്റ്റ് ടവർ, ടോളസ്റ്റ് ടവർ. കൊള്ളാം. ഞങ്ങൾ പോവുകയാണ്. സായ്മോന്റെ കൈകളിൽ റൈറ്റ് സൈഡിൽ ഓടിക്കണേ. സായ്മോന്റെ കൈകളിൽ എങ്ങനെ പോകുന്നു? എന്നിട്ട് റൂട്ടില്ലേ, നമുക്ക് റൂട്ട് വന്നിട്ടില്ലേ? മറ്റേ ഇത് തന്നായിരുന്നില്ലേ മാം? ആരൊക്കെ ചേർത്തൊതുക്കരുതേ. ഞാനും കാറുകാരൊക്കെ എടുത്തോണ്ട് നോക്കണം. കാരണം അവർക്കറിയാം നമ്മളിങ്ങനെ ഓടിക്കാൻ വന്നേക്കണവരാണ്. അത് കണ്ടായിരുന്നോ? നമ്മുടെ പുറകെ കൂടി പോയായിരുന്നു. ലൈസൻസ് ഒന്നും വേണ്ടാന്ന് തോന്നുന്നു. മണിക്കൂറായതുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയുമോന്ന് അവർക്ക് അറിയാം. നമ്മളിത് എത്ര മണിക്കൂറിന്? 1 മണിക്കൂറിന് 800, 2 മണിക്കൂറിനാണെങ്കിൽ 1200. അത് നമ്മുടെ 1200 അല്ലേ? ഇവിടുത്തെ 1200 അല്ലേ? അപ്പൊ കയ്യിലുള്ള പൈസ തീർന്നു. അത് ഡാഡി റൂമിൽ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല.
അതെടുത്തിട്ടില്ല. ഡാഡി സേഫ് ആയിട്ട് റൂമിൽ വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. കയ്യിൽ തന്ന പൈസ കയ്യിലല്ലേ വെക്കേണ്ടത്. ഡാഡി ഇപ്പൊ വേണമെങ്കിലും തരും, പക്ഷെ അവിടെ ഉണ്ട്, സേഫ് ആണല്ല. മൈ ഗോഡ്, മൈ ഗോഡ്. ഞങ്ങളാകെ പെട്ടിരിക്കണേ വലിയൊരു വണ്ടി. ഇവിടെ കൊതുക്ക് ഇവിടെ എങ്ങാൻ. ഓ നല്ല വെയില്. എങ്ങോട്ടാണ് പോണ്ടത്? ഡാഡി പറയണതേ പോട്ടെ എന്നിട്ട് തിരിച്ചു ബോട്ടിൽ കയറി തിരിച്ചു പോവാന്ന്, നടക്കാൻ കഴിയുന്നു. ആദ്യത്തെ സ്ഥലമില്ലേ അവിടെ കയറ്റാൻ പറ്റുമോ? അന്നത് ട്രാൻസ്ലേറ്റ് ചെയ്തില്ലല്ലോ, അറിയില്ല. കയറ്റാൻ പറ്റുമായിരിക്കും, നമുക്ക് നോക്കാം. നമുക്ക് പോയി നോക്കാം നേരെ. എന്തായാലും ഇടയൊക്കെ ഫുള്ള് മോത്തിലിടതല്ലേ. ഇത് ഇവിടെ ഇരിക്കും, ഇങ്ങടെ ഉണ്ട് തോന്നണ്ട. അതെ കൂടി കയറാൻ പറ്റുമായിരിക്കും. ആ എന്താ അതെ അവിടെ ഇതൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, റൈറ്റ് ഓഫ് വേ. ആ ഉണ്ടല്ലോ അല്ലേ, കേറാൻ പറ്റും. പോട്ടെ. അല്ല അങ്ങോട്ട് പോയിട്ട് വളഞ്ഞു വാ. മനസ്സിലായില്ലേ? നേരെ എടുത്തിട്ട് വളഞ്ഞു വരാം. അവര് പോയി കഴിഞ്ഞിട്ട് ഈ വഴി പോടോ, വളഞ്ഞു വരാന്ന് ഉദ്ദേശിച്ചത്. മനസ്സിലായ? അങ്ങനെ പറ്റൂലേ? അങ്ങ് കേറ്റി നിർത്തിക്ക. ബീച്ചിലേക്കൊക്കെ എനിക്ക് തോന്നുന്നു അടിഞ്ഞു കൂടിയതായിരിക്കും അല്ലേ? അങ്ങോട്ട് എടുക്കല്ലേ, സ്റ്റെപ്പാണ്. ഇങ്ങോട്ടായിരിക്കും നിർത്തേണ്ടത്. എന്നാ ഇങ്ങനെ നിർത്ത്. അവര് പോയി, നമ്മളൊരു രക്ഷയില്ലാന്ന്. ഞങ്ങള് ഇവിടെ ശേഷേ പറഞ്ഞു വന്നു. ഈ മരം കംപ്ലീറ്റ് ഒടിച്ചു പോയി. ഞങ്ങളെ അല്ല, ഇവർക്ക് യൂട്യൂബേഴ്സിന് എന്താ കാര്യം മനസ്സിലാവണ്ടേ? നമ്മളിവിടെ താങ്ക് യു ഒക്കെ പറയുന്നത് ഇവിടെ എല്ലാരും ശേഷേ പറയണം. ഇത് നമ്മൾ വന്നപ്പോ തൊട്ട് ശേഷേ പറഞ്ഞ് വന്നവരും പോണവരും കാണവരും തിരിയാന്നവരും ഒക്കെ ആകെ അറിയാവുന്നൊരു വാക്കാൻ. അതാണ് മമ്മി പറയുന്നത്. നമ്മള് നാട്ടിൽ ചെന്നിട്ടും ശേഷേ പറയാം അപ്പൊ തന്നെ. അല്ലേ? കൊള്ളാം. ഇവിടെ മരമൊക്കെ കിടക്കണില്ലേ നമ്മള്. അതെ, ചവിട്ടണ എടുക്കണെങ്കിലും തീർന്നേനെ, നമുക്ക് പറ്റൂല. ഇവിടെ ആടി ഉലഞ്ഞു കിടക്കണേണ്. എനിക്ക് കണ്ടിട്ട് ചെറിയ പേടിയൊക്കെ വരുന്നുണ്ട്. എപ്പോഴാണ് കാറ്റും മഴയും വന്നെന്ന് പറയാൻ പറ്റൂല. പോയിന്ന് പറഞ്ഞിട്ട് നോക്ക്, മഴക്കാര് നോക്ക്. ഒന്നുമല്ല, ഒരു തെങ്ങൊന്നുമല്ല ഇത്. നോക്ക്, ഫുള്ള് നോക്ക്. പിന്നെ എങ്ങനെയാണ് ഇവിടെ ആൾക്കാര് മരിച്ച സ്ഥലമാണ്, പരിക്കേൽക്കുകയും ചെയ്ത സ്ഥലത്താണ് ഈ വന്നേക്കണത്. എന്ത് ധൈര്യത്തിലാണോ? മഴക്കാര് നോക്കൂ. എനിക്കതാണ് പേടി. അതെ, അത് കഴിഞ്ഞ്, പക്ഷെ അത് കഴിഞ്ഞു. ഓക്കെ, കുഴപ്പമുണ്ടാവില്ലായിരിക്കും. നമ്മുടെ അവിടെ ഫിലിപ്പീൻസിലോട്ട് പോകില്ലേ അത്? അവർക്കൊക്കെ മതിയായിട്ടുണ്ടാവൂലേ?
പാരാഗ്ലൈഡിങ് അല്ലേ? കണ്ടോ ഒരു മനുഷ്യൻ അവിടെ കൂളായിട്ട് ബീച്ചില് പാരാഗ്ലൈഡിങ് ആണ്. ഇവിടുത്തെ മണ്ണ് എന്താണ് കറുത്ത മണ്ണ്? പോയി അത് ബ്ലാക്ക് സാൻഡ് ഉണ്ടാവുമല്ലോ. ഇട്ടാണ് വരേണ്ടത് കണ്ടില്ലേ? അല്ലേ പിന്നെ എങ്ങനെയാണ് ഡാഡി ഇത് വന്ന് ഒഴുകിയൊക്കെ വന്നതായിരിക്കുള്ളൂ. ഇവിടെ വീണതായിരിക്കില്ല. ഇവരൊക്കെ കൂടി കോരി ഇട്ടേക്കണതായിരിക്കും. ഇത് കണ്ടില്ലേ? ഓ ഞാൻ പെട്ടെന്ന് വിചാരിച്ച് കഫേയും പൊളിഞ്ഞു കിടക്കണേ. തിരിച്ചു വരുമ്പോ മഴയാണെങ്കിൽ കുഴപ്പമില്ല, സ്ഥലങ്ങളുണ്ടെന്ന് പറയാല്ല. ഇത് കൊള്ളാം അല്ലേ? സ്ഥലം നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ വീഡിയോയിൽ. ഇതിങ്ങനെ വലുതായി ഫുള്ള് അറ്റം വരെ പോകണം. സാധാരണ അറ്റം വരെ ഒരു സ്ഥലത്തും പോകാറില്ല. നടക്കാം വേണമെങ്കിൽ. അവിടെ ഒരു ഇതൊക്കെ ഇട്ടിട്ടുണ്ടായില്ല ഇങ്ങനെ സ്ലാബ് പോലത്തെ. ഇത് കാണാല്ലോ ഇത്ര അടുത്തുനിന്ന്. നമ്മുടെ ആ ടവർ ഇല്ലേ, ഹൈറ്റ് ഉള്ള ടവർ, ആ നോക്കി ഓടിക്കി. ഇവിടെ എഴുതിയിട്ടുണ്ട് റൈറ്റേക്കാ പോകണ്ടേന്ന്. സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. വെരി വണ്ടർഫുൾ, വെരി ബ്യൂട്ടിഫുൾ. കണ്ടോ ഗൈസ്? എന്തിനാണ് നമ്മളിവിടെയൊക്കെ വന്നേക്കണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ ലിയോ പറയുവേ അന്ന് ഇറങ്ങിപ്പോ പോന്നു. ലിയോ പറയും ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അതിന് വേണ്ടിയിട്ടാണ്. തീർന്ന് കോൺട്രവേഴ്ഷ്യൽ. ഞങ്ങള് തായ്വാൻ അല്ല വയനാട്. അതിന് തായ്വാനുണ്ടല്ലോ. ഇതുണ്ടില്ലേ ബെഡൊക്കെ പൊളിഞ്ഞ്. എന്താ ഡാഡി ഇനി അതൊക്കെ ചെയ്ത് അവര് ഇതായി മെച്ചപ്പെട്ട് വരണം. ഇവിടെ വരെയുള്ള ഈ സാധനമൊക്കെ ചെയ്യും. ഹലോ ഗായ്സ്, ആട് ഇറങ്ങണോണ്ടില്ല. ആട് നമ്മൾ സിജിനായിട്ടുള്ളൊരു വ്യൂവിലെത്തി. ഇവിടെ ബ്ലാക്ക് സാൻഡ് ആണ്. നമ്മളുടെ അവിടെയൊക്കെ വെള്ള ചരലല്ല, കറുത്ത ചരലാണ്. പാഡ്സ് ഇപ്പൊ എഴുന്നേറ്റുള്ളൂ. പാലൊന്നും കുടിക്കാണ്ട് വെറുതെ നിൽക്കണേന്. ബോബാട്ടിയൊക്കെ അവൻ ചടപടാതെ കുടിക്കണേ. പഴം കൊടുത്തു. അവിടെ പാരസൈലിംഗ് അല്ല, പാരഗ്ലൈഡിങ്. മമ്മി അവിടെ പോസ് ചെയ്യണം.